ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വീഡിയോയിൽ സാധാരണ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വേണ്ട എല്ലാ ചെടികളും പച്ചില മരുന്നുകളും ഉൾപ്പെടുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കുറച്ചൊക്കെ നമുക്ക് നോക്കാം. നല്ല കാറ്റ്, മണി പ്ലാന്റിൻ്റെ വള്ളിയായത് ഒരുപാടുണ്ടായിരുന്നു. റോഡിലോട്ടായതുകൊണ്ട് കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു. മണി പ്ലാന്റ് ഒരുപാട് വളർന്നു നിൽക്കുക. അത് റോഡിലോട്ട് വീണ് കിടക്കുകയാണ്. പക്ഷേ അത് കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു. ഇനി അത് വളർന്ന് കയറട്ടെ. വലിയൊരു പുളിമരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നടന്ന് വളർന്നിറങ്ങുവാണ്. അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടെന്നറിയാം. എനിക്കൊരുപാട് ഇഷ്ടമാണ്. സമയം കിട്ടാറേ ഇല്ല, എങ്കിലും സമയം കണ്ടെത്താറുണ്ട്. നല്ല ഭംഗിയാണ്. പച്ചപ്പും ഒരുപാട് പച്ച മരുന്നുകൾ പറിക്കുവാൻ ആൾക്കാർ ഇതിലൊക്കെ നടക്കുന്ന കാണാം. ചിലപ്പോഴൊക്കെ എണ്ണ മുറുക്കുവാനും ഒക്കെ പല ആവശ്യങ്ങൾക്കായിട്ടും നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് സ്ഥലമില്ലെങ്കിൽ കുറച്ചൊക്കെ ചെടികളും മരങ്ങളും ഒക്കെ നട്ട് വളർത്താൻ പല ഓപ്ഷൻസ് ഉണ്ട്. ഇഷ്ടമുള്ളവർ എങ്ങനെയെങ്കിലും സ്ഥലവും സമയവും കണ്ടെത്തും. ഇനിയും ഒരുപാട് പച്ചില മരുന്നുകളും ചെയ്യാൻ പറ്റുന്ന കുറേ പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറേ ഒന്ന് ഓർഡർ ചെയ്യാനുമുണ്ട്. കുരുമുളക് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. കുരുമുളക് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇത് പക്ഷേ ഹാങ്ങിങ് പ്ലാന്റാണ്. നമുക്കത് ഒരു ചട്ടിക്കകത്ത് നടണം. ഞാനത് പോകാതിരിക്കാൻ വേണ്ടി ആ ചാക്കിനകത്ത് നട്ടതാണ്. പക്ഷെ ചാക്ക് താഴെ പോയി. നല്ല രസമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും. മഴ കഴിഞ്ഞപ്പോഴത്തേക്കിന് പൂക്കളുടെ എല്ലാ സമയം കഴിഞ്ഞു. ഇനിയും പൂവായി വരണം. മൊട്ടാവുന്നുണ്ട്. ഇഷ്ടമൊന്നുമില്ല പൂവേ, ചെമ്പരത്തിയില. പക്ഷെ ആയി വരുന്നുണ്ട്. മുട്ടതേ 1 2 മുട്ടായി, 3 ഉണ്ട്. 4 മണിച്ചെടി കണ്ടിട്ടുണ്ടോ? 4 മണിച്ചെടിയുടെ കായാണ് ഇത്. പാകി നടണം. എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. മഞ്ഞയും ഒരു വയലറ്റ് കളർ ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എല്ലാം പോയി. കുരുമുളക് 3-4 മൂട് കുരുമുളകുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളകൊക്കെ ഇഷ്ടംപോലെ കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുരുമുളക് നടുവാൻ അധികം സ്ഥലമൊന്നും വേണ്ട. ഒരു കമ്പ് നാട്ടി കൊടുത്താൽ മതി. കുറ്റി കുരുമുളക് ചെടി നടുന്ന അത് പലയിടത്തും ഉണ്ട്. ഇത് കണ്ടിട്ട് മനസ്സിലായോ? ഇത് ചീനിക്കിഴങ്ങാണ്, മധുരക്കിഴങ്ങ്. അത് വാങ്ങിച്ചപ്പോൾ തന്നെ കായയിൽ 2-3 കിളിർപ്പുണ്ടായിരുന്നു. അത് വെറുതെ നട്ടതാണ്. അത് പടർന്ന് നിൽക്കുവാണ്. കളയാൻ മനസ്സില്ലാത്തതുകൊണ്ട് അതവിടെ കിടക്കുകയാണ്. എന്താകുമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കാ കിട്ടുവാണെങ്കിൽ അതൊരു വീഡിയോ എടുക്കാവുന്നതാണ്. ഒരു പരീക്ഷണാർത്ഥം അതവിടെ നിർത്തിയിരിക്കുകയാണ്. ഇത് നല്ലൊരു പേരയാണ്. റെഡ് കളർ പേരയ്ക്കയാണ്. അതും റെഡ് കളറാണ്. നല്ല ടേസ്റ്റാണ്. വളരെ ഇഷ്ടമാണ്. ഇത് കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. അതിലൊരു പാവലും കയറിക്കിടപ്പുണ്ട്. വീഡിയോ ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം ഭംഗിയാവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും
ഇത് കാണാൻ നല്ല രസമാണ്. നല്ല ഭംഗിയിൽ തളർത്ത് നിൽക്കുകയാണ്. മഴ പെയ്തത് കൊണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ കുറച്ചൊക്കെ പോയി. എങ്കിലും നല്ല ഭംഗിയായിട്ട് കിടക്കുന്നു. പേര ഇതാണ്. നല്ല ഇളം കാറ്റുണ്ട്. കാറ്റ് വരുന്നുണ്ട്.